ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടായി തുടങ്ങിയോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞ ചേച്ചിക്കായിരിക്കും ബുദ്ധിമുട്ട് തോന്നുക. നീയും പീതാംബരനും തമ്മിൽ റോഡിൽ വെച്ച് പ്രശ്നം ഉണ്ടായെന്ന് റൗണ്ട്സിന് പോയ പോലീസുകാര് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അയാള് നിനക്കെതിരെ പരാതി കൊടുത്ത നീ പെട്ടുപോ. അയാൾ എന്ത് പരാതി കൊടുക്കാനാ? ഞാൻ അയാളെ തൊട്ടിട്ട് കൂടിയില്ല. ഞങ്ങള് തമ്മില് ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി. അതിനിടയില് അയാൾക്ക് അറ്റാക്ക് വന്നു. ഞാൻ തന്നെയാ അയാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ അയാളെ കണ്ടിട്ടാ വരുന്നത്. നീ പീതാംബരനുമായി കൂടുതൽ ബന്ധമൊന്നും വെച്ച് പുലർത്തണ്ട. അയാളുമായിട്ട് അകലം പാലിക്കുന്നതാ നിനക്ക് നല്ലത്. അതെന്താ? നമ്മുടെ അച്ഛന് പറ്റിയത് എന്താണെന്ന് നമ്മൾ അറിയാൻ കാരണം അയാളല്ലേ? അതുകൊണ്ട് അയാൾ എല്ലാം തുറന്നു പറഞ്ഞെന്ന് കരുതി അയാൾ നല്ല മനുഷ്യനാണെന്ന് അർത്ഥമില്ല. അയാളുടെ ലക്ഷ്യം കാശ് മാത്രമാ. അച്ഛനെ ആക്സിഡന്റിലാണ് കൊന്നതെന്ന് കുറ്റസമ്മതം നടത്തിയത് കാശിനു വേണ്ടി ആയിരുന്നതുപോലെ തന്നെ ഇപ്പോഴും അയാൾ ഇതെല്ലാം തുറന്നു പറഞ്ഞത് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി തന്നെയായിരിക്കും. സത്യം തുറന്നു പറഞ്ഞാ അയാൾക്ക് എന്ത് ലാഭം ഉണ്ടാവാനാ? അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നല്ല കാര്യം ചെയ്തത്. അത് ഗിരിയേട്ടനെതിരെ ആയതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് ഇത്ര ബുദ്ധിമുട്ട്. മോളെ, അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത്രയും കാലം ഗോപാലന്റെ കയ്യിൽ നിന്നും ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താതിരിക്കാൻ അയാൾ കാശ് വാങ്ങിയിരുന്നു. ഇനി കാശ് കിട്ടില്ലെന്ന് തോന്നിയപ്പോഴാ അയാൾ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തിയത്. ഒരു പക്ഷേ അയാളുടെ ലക്ഷ്യം നമ്മുടെ കുടുംബം തകർക്കലായിരിക്കും. അയാളുടെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അച്ഛന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ കാരണക്കാരൻ അയാൾ തന്നെയാ. ചേച്ചിക്ക് അയാൾ സത്യം പറഞ്ഞതിൽ വിഷമം ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ. അയാൾ സത്യം പറയാനുള്ള ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഗിരിയേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിശ്വസിച്ച് നടന്നേനെ. മോളെ, ഗിരിയേട്ടൻ ഒരു മോശം മനുഷ്യനല്ല. ഗോപാലിനോടുള്ള അന്ധമായ വിശ്വാസം കൊണ്ട് ഗിരിയേട്ടൻ അയാൾ ചെയ്ത ഒരു വലിയ തെറ്റ് മറച്ചു. അത് മാപ്പ് അറിയിക്കാത്തതാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് ഏട്ടനെ തള്ളിപ്പറയുന്നത് ശരിയല്ല. എന്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന ആള് എനിക്ക് ശത്രുവാ. അത് മനസ്സിലാക്കാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഗിരിയേട്ടൻ എന്തായാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അതിനൊപ്പം ഗോപാലിനെതിരെ ഗിരിയേട്ടൻ മൊഴി നൽകിയ നമ്മുടെ അച്ഛന് നീതി ലഭിക്കില്ലേ? ഇതൊക്കെ പറഞ്ഞ് ചേച്ചി എന്നെ പറ്റിക്കാണോ അതോ സ്വയം പറ്റിക്കാണോന്ന് എനിക്കറിയില്ല. മോളെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഗോപാലിനെതിരെ ഗിരിയേട്ടൻ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അച്ഛന് നീതി ലഭിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഈ കുഞ്ഞിനെ ഓർത്ത് ചേച്ചിക്ക് ഒരുപക്ഷെ ഗിരിയേട്ടനോട് ക്ഷമിക്കാൻ കഴിഞ്ഞു വരും. പക്ഷെ എനിക്കതൊരിക്കലും സാധിക്കില്ല. നിയമപരമായ വഴിക്കോ അല്ലാതെയോ ഗിരിയേട്ടനെയും ഗോപാലിനെയും ഞാൻ തകർക്കും. ഞാൻ നിന്റെ ചേച്ചി മാത്രമല്ല, ഒരു പോലീസുകാരിയാ. നീ ഒരു തെറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതണ്ട. എന്റെ അനിയത്തിയാണെന്ന പരിഗണന ഞാൻ നിനക്ക് തരില്ല. എന്റെ ലക്ഷ്യം അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യുക. അതിനെന്നെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്റെ വഴിക്ക് തടസ്സമായി വന്ന ചേച്ചിയാണെന്നുള്ള പരിഗണന ഞാനും തരില്ല. മൈമേ,